ഇനി നമ്മൾ പഠിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചാണ്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് മുന്നത്തെ ക്ലാസ്സിൽ തന്നിട്ടുണ്ടായിരുന്നു. ഹലോ എവരിവൺ, ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചാണ്. ജസ്റ്റ് അതിന് ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ബാക്കിയായിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, one of the booming technologies of computer science is artificial intelligence, which is ready to create a new revolution in the world by making intelligent machines. The artificial intelligence is now all around us. നമുക്കറിയാം, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇത് നമ്മൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് അല്ലേ. നമ്മൾ എവിടെ ഏത് മേഖല എടുത്താലും അവിടെ AI ഉണ്ട്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പോൾ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ബൈ വിച്ച് വി ക്യാൻ ക്രിയേറ്റ് ഇൻ്റലിജൻറ്റ് മെഷീൻസ് വിച്ച് ക്യാൻ ബിഹേവ് ലൈക്ക് എ ഹ്യൂമൻ, തിങ്ക് ലൈക്ക് ഹ്യൂമൻസ് ആൻഡ് ഏബിൾ ടു മേക്ക് ഡിസിഷൻസ്. അപ്പോൾ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ, ഒരു ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഇൻ്റലിജൻസ് മെഷീൻസിന് കൊടുക്കാം. നമുക്കൊരു ഇൻ്റലിജൻറ്റ് മെഷീൻസിന് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ആ മെഷീൻസ് മനുഷ്യനെ പോലെ ബിഹേവ് ചെയ്യാനും മനുഷ്യനെ പോലെ തിങ്ക് ചെയ്യാനും അതുപോലെ നമ്മൾ കൊടുത്തിട്ടുള്ള ആ വിവരങ്ങൾ അനുസരിച്ചിട്ട് ഡാറ്റ അനുസരിച്ച് ആ കിട്ടിയിട്ടുള്ള ഡാറ്റയിൽ നിന്ന് ഡിസിഷൻസ് എടുക്കാനും കഴിവുള്ള ഇൻ്റലിജൻസ് മെഷീൻസ് ഉണ്ടാക്കിയെടുക്കുക. അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. നമുക്ക് എന്തിനാണ് നമുക്ക് AI പഠിക്കാനുള്ളത്? നമ്മൾ നേരത്തെ മെഷീൻ ലേണിംഗ് കുറേ പഠിച്ചു. പേഴ്സണൽ വെർച്വൽ അസിസ്റ്റൻറ്റ് അതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് AI നമുക്ക് പഠിക്കണം. അതുപോലെ ഒരു create such software or devices which can solve real world problems very easily and with accuracy such as health issues, marketing, traffic issues, etc. ഒന്നുമില്ലാതെ നമുക്ക് ഈ മേഖലകളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. നമുക്ക് മെഡിക്കലാണെങ്കിലും മെഡിക്കൽ ഫീൽഡിലും ഹെൽത്ത് ഇഷ്യൂസൊക്കെ കണ്ടെത്താൻ, പിന്നെ ട്രാഫിക് ഇഷ്യൂസ് സോൾവ് ആകാനൊക്കെ നമ്മൾ AI ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ എന്താണ് AI എന്ന് വെച്ചാൽ, നമുക്ക് കമ്പ്യൂട്ടറിനെ നമ്മൾ ചിന്തിക്കാൻ പഠിപ്പിക്കുകയാണ്. അതായത് ഈ കമ്പ്യൂട്ടറുകൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മെഷീനുകൾക്കോ മനുഷ്യൻ്റെ തുല്യമായിട്ടുള്ള ബുദ്ധി, മനുഷ്യനെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ മെഷീൻസിന് കഴിയില്ല, അത് ലിമിറ്റേഷനാണ്. എന്നാലും മനുഷ്യനെ പോലെ ബിഹേവ് ചെയ്യാനുള്ള ബുദ്ധി, പിന്നെ അത് കൊടുത്തിട്ടുള്ള അതിൻ്റെ ഓരോ അത് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതൊക്കെ പ്രകടിപ്പിക്കാനുള്ള കഴിവ്, അതൊക്കെ അതിനൊക്കെയുള്ള സാങ്കേതിക വിദ്യയാണ് ഈ ഒരു AI എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്ന് പഠിക്കാനും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും നമ്മുടെ ലാംഗ്വേജ് മനസ്സിലാക്കാനും ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനും നമ്മൾ ഈ മെഷീൻസിനെ പരിശീലിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. അപ്പോൾ ഈ ഒരു AI-ൻ്റെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചു. മെഷീൻ ലേണിങ്ങിനെ കുറിച്ചൊക്കെ പഠിച്ചു. അതൊരു ഇതിൻ്റെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. അതുപോലെ ഡീപ്പ് ലേണിംഗ് ഉണ്ട്, അതുപോലെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് യൂസസ് ഉണ്ട് നമ്മുടെ റിയൽ ലൈഫിൽ. നമുക്കതൊക്കെ എന്താണെന്നൊക്കെ പഠിക്കാം. അതായത് ജസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഈ മേഖലകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ആണ് പറയുന്നത്. ഹൈ അക്യുറസി, അഡ്വാൻറ്റേജ് നോക്കാതെ ഹൈ അക്യുറസി വിത്ത് ലെസ് എറേഴ്സ്. ഹൈ സ്പീഡ് ആയിരിക്കില്ല, നമ്മൾ മനുഷ്യൻ ചെയ്യുന്നതിനെക്കാട്ടിലും വേഗത്തിൽ കമ്പ്യൂട്ടേഴ്സിന് പലതും ചെയ്യാൻ പറ്റും. കാൽക്കുലേഷൻസ് ആണെങ്കിലും എല്ലാം ചെയ്യാൻ പറ്റും. ഹൈ റിലയബിലിറ്റി, യൂസ്ഫുൾ ഫോർ റിസ്കി ഏരിയാസ്. ഡിജിറ്റൽ അസിസ്റ്റൻറ്റ് യൂസ്ഫുൾ ആസ് എ പബ്ലിക് യൂട്ടിലിറ്റി. അതുപോലെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഏതൊരു കാര്യത്തിനും ഒരു നെഗറ്റീവും പോസിറ്റീവും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിൽ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ് ഹൈ കോസ്റ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും ഒരു AI ഉപയോഗിച്ചിട്ട് മെഷീൻ ഉണ്ടാക്കാൻ കഴിയണമെന്നില്ല. അത് കാരണം അതിൻ്റെ കോസ്റ്റ്. അടുത്തതാണ് കാൺ തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ കൊടുക്കുന്ന ഡാറ്റ വെച്ചിട്ട്
അത് എന്താണ് കൊടുക്കുന്നത് അതിൽ തന്നെ അതിന് ചിന്തിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ നമ്മൾ കൊടുക്കുന്ന ഡാറ്റയെ അതൊരു പരിധിയുണ്ട്, ഒരുപാട് കഴിയുന്നില്ല. നമ്മൾ എന്താണ് കൊടുക്കുന്നത് അതിനനുസരിച്ചാണ് അത് തീരുമാനങ്ങൾ എടുക്കും, തിങ്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ AI സംവിധാനങ്ങളൊക്കെ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ മനുഷ്യർ അതായത് അവർ പരിശീലനം നേടിയ ഡാറ്റയുടെയും നിർദ്ദേശങ്ങളുടെയും പരിധിക്കുള്ളിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അവർക്ക് സ്വന്തമായിട്ട് ഇത് പുതിയതുണ്ടാക്കാനോ അല്ലെങ്കിൽ അത് അപ്രതീക്ഷിതമായിട്ടുള്ള ചിന്തകളൊക്കെ സ്വയം വികസിപ്പിച്ചെടുക്കാനൊന്നും സാധിക്കില്ല. അടുത്തതാണ് നോ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്. അതറിയാലോ, അപ്പോൾ ഒരു യന്ത്രം അല്ലെങ്കിൽ ഒരു മെഷീൻ എന്തില്ല, ഫീലിങ്സോ ഇമോഷൻസോ ഒന്നും ഉണ്ടാവില്ല. ഇൻക്രീസ് ഡിപ്പെൻഡൻസി ഓൺ മെഷീൻസ്. ഇത് എന്താണ് മെഷീൻസിനെ, ഇപ്പോൾ യന്ത്രങ്ങളെ അതായത് മെഷീൻസിനെ ആശ്രയിക്കാനും ചെയ്യുന്നത് അല്ലേ. നോ ഒറിജിനൽ ക്രിയേറ്റിവിറ്റി. ഇത് AI മനുഷ്യനെ പോലെ നമുക്ക് പുതിയ ആശയങ്ങളൊന്നും സ്വന്തമായിട്ട് സൃഷ്ടിക്കുന്നില്ല, അത് സൃഷ്ടിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു പബ്ലിക് യൂട്ടിലിറ്റിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അതായത് നമുക്ക് പബ്ലിക്കായിട്ട് അതിന് വളരെ പ്രയോജനകരമാണ്. അതായത് ബാങ്കിങ്, അതുപോലെ ട്രാഫിക്, നമ്മുടെ മെഡിക്കൽ, അങ്ങനെ തുടങ്ങിയ പല പൊതു സേവന മേഖലകളിലും ഈ AI പ്രയോജനപ്പെടുന്നുണ്ട്. അതുപോലെ ഡിജിറ്റൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സിറി, അലക്സ, ഗൂഗിൾ അസിസ്റ്റന്റ്, അതിനൊക്കെ ഇതൊക്കെ നമ്മളെ സഹായിക്കുന്ന ഡിജിറ്റൽ അസിസ്റ്റന്റുകളാണ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ റിസ്കി ഏരിയാസിൽ യൂസ്ഫുൾ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ അഡ്വാൻറ്റേജ് വായിച്ച് പോയിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ അപകടം ഉണ്ടാക്കുന്ന പ്രദേശങ്ങളിൽ, മനുഷ്യന് അപകടം ഉണ്ടാക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ഈ AI ഉപയോഗിക്കും. എക്സാമ്പിൾ നമ്മൾ ആഴക്കടലിലൊക്കെ പോയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നില്ല, അതിനൊക്കെ AI ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ബഹിരാകാശം, അടങ്ങിലൊക്കെ ഇതിൽ പെടും. അതുപോലെ ഹൈ റിലയബിൾ ആണ്, ഇത് ഒരിക്കലും ക്ഷീണിക്കുക, മനുഷ്യന് ഉണ്ടാകുന്ന പോലെ ഇങ്ങനെ വികാരങ്ങൾ ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ക്ഷീണിക്കുക, തളർച്ച വരിക, അതൊന്നും ആർക്കില്ല, AIക്കില്ല, അതൊന്നും ഇതിനെ ബാധിക്കില്ല. അതുകൊണ്ട് ഇതിന് സ്ഥിരതയോടെ റിലയബിൾ ആയിട്ട് പ്രവർത്തിക്കും. പിന്നെ നമുക്കതിന് ഹൈ സ്പീഡ്, മനുഷ്യനേക്കാൾ വേഗത്തിൽ പ്രോസസ്സ് ചെയ്യാൻ കഴിയും. എല്ലാ ഡാറ്റാസും, എത്ര വലിയ ഡാറ്റ ആണെങ്കിലും മനുഷ്യനേക്കാൾ വേഗത്തിൽ പ്രോസസ്സ് ചെയ്യാൻ കഴിയും. പിന്നെ ഹൈ അക്യുറസി വിത്ത് ലെസ് എറേഴ്സ്. അതായിരിക്കും സിസ്റ്റങ്ങൾ മനുഷ്യരേക്കാൾ കൂടുതൽ കൃത്യമായിട്ട് കണക്കുകൾ, ഈ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യും. പിന്നെ എറേഴ്സ് ഒക്കെ കുറവായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും വരുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ജസ്റ്റ് എന്താണ് AI എന്നും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളുമാണ് പരിചയപ്പെട്ടിട്ടുള്ളത്. ബാക്കി അടുത്ത ക്ലാസ് നോക്കാം. താങ്ക് യു.